ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ UDF നേതാക്കൾ പിന്തുണ അറിയിച്ചെന്നും UDF പിന്തുണ സ്വീകരിക്കുന്നുവെന്നും സുധാകരൻ അറിയിച്ചു. പി പ്രസാദിനെതിരെ പ്രചാരണം നടത്തും. പിണറായിയുടെ മൂന്നാം ഊഴം സഫലമാകില്ല. ജനം LDFന് വോട്ട് ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാൻ അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിലപാടിലെന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. ഞാനെന്താ മനസ്സിലായില്ലേ? സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാം ഊഴം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ജനം വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, ആരുടെയും പിന്തുണ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ UDFന്റെ പിന്തുണ സ്വീകരിക്കുന്നു എന്നാണ് ജി സുധാകരൻ പറയുന്നത്. അപ്പോൾ അമ്പലപ്പുഴയിൽ തീപാറും പോരാട്ടം തന്നെയാകുമല്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ സുധാകരൻ പറഞ്ഞിരുന്നു ആരുടെയും പിന്തുണ സ്വീകരിക്കില്ല, പിന്തുണ തേടി പോകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ UDFന്റെ പിന്തുണ അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. UDF നേതാക്കൾ വീട്ടിലെത്തി സുധാകരനെ തങ്ങൾ പിന്തുണയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ കൂടി തയ്യാറായിട്ടുള്ളത്. എന്തായാലും UDFന്റെ പിന്തുണയോടെ തന്നെ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പ്രചാരണ പരിപാടികൾ, പോസ്റ്റർ അല്ലെങ്കിൽ ചുവരെഴുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തില്ല. പോസ്റ്റർ അടിക്കും, പക്ഷേ ചുവരെഴുതില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ 100-ന് മുകളിൽ പൊതുയോഗങ്ങളിൽ സംസാരിക്കും എന്ന് പറയുന്നു. മറ്റ് പ്രചരണ പരിപാടികൾ, അതായത് കമ്മിറ്റി ഇല്ലാതെ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇല്ലാതെ, ഇലക്ഷൻ കമ്മിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് താൻ മത്സരിക്കുന്നത് പറയുന്നു. ഒപ്പം പി പ്രസാദിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രസാദിന്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. തന്നെ വിമർശിക്കുവാൻ പ്രസാദ് ആരാണ് എന്നതുൾപ്പെടെയുള്ള വലിയ രൂക്ഷമായ വിമർശനം സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറ്റ് പ്രചാരണ പരിപാടികളിൽ പോയില്ല എന്ന് പറഞ്ഞ് സുധാകരൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ചേർത്തലയിൽ പി പ്രസാദിന് എതിരായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രസംഗിക്കാൻ പോകും, പൊതുവേദിയിൽ പ്രസംഗിക്കും. പ്രസാദിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം താൻ രേഖപ്പെടുത്തുമെന്നും സുധാകരൻ സൂചിപ്പിക്കുന്നു. എന്തായാലും പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകില്ല എന്ന ഒരു നിലപാടിലാണ് നിലവിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ LDFന് ആ നിലയിലുള്ള ഒരു വിജയം ഇക്കുറി ഉണ്ടാകില്ല. അത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളാണ് പിണറായി മുഖ്യമന്ത്രി ആയാൽ താല്പര്യമുണ്ടോ എന്ന ചോദിച്ചാണ് സന്തോഷമെന്ന് പറഞ്ഞത്. അല്ലാതെ പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആണെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇക്കുറി മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം അത് വിഫലമാകും എന്നും സുധാകരൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അമ്പലപ്പുഴയെ സംബന്ധിച്ച് വലിയ തീപാറുന്ന പോരാട്ടത്തിന് അമ്പലപ്പുഴ വേദിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ സലാമിന്റെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം റോഡ് ഷോ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. നിലവിലെ സിറ്റിംഗ് MLA കൂടിയാണ്. സുധാകരൻ കൂടി മത്സരരംഗത്തേക്ക് സജീവമാകുന്നതോടുകൂടി അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒട്ടനവധി പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും കോൺഗ്രസിൽ നിന്നും ഒപ്പം CPM അനുഭാവികളിൽ നിന്നും ഉൾപ്പെടെ സുധാകരന് പിന്തുണ ഉണ്ടാകും. വോട്ട് ആ നിലയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സുധാകരന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് UDFന് വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ BJPക്കും അത് ആ നിലയിലേക്കൊരു നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അമ്പലപ്പുഴയിൽ വലിയ ശക്തമായ രാഷ്ട്രീയ ത്രികോണ മത്സരത്തിൽ തന്നെ വേദിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഐശ്വര്യ. ശരി, താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ UDF നേതാക്കൾ പിന്തുണ അറിയിച്ചെന്നും UDF പിന്തുണ സ്വീകരിക്കുമെന്നുമാണ് സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. അതായത് അമ്പലപ്പുഴയിൽ തീപാറും പോരാട്ടമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്.